ഓറഞ്ച് ഡ്രസ് ധരിച്ച് രോഹിണി നാളുള്ള ആളെ കണി കാണുന്നത് നല്ലതായിരിക്കും. ഹലോ, ആര്? മുത്തശ്ശി മനു, വീട് വൃത്തിയാക്കാൻ വന്നതാ. മോന്റെ നാളെന്തോന്ന്? രോഹിണി, യാതുള്ള ഡ്രസ് ഇട്ടേക്കണ? ഓറഞ്ച്. കൊഞ്ചൻ, ഈ കണി ഒരു കെണിയാവാതിരുന്നാ മതി. എന്റെ കൃഷ്ണ, പണി തുടങ്ങിക്കോ. എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ണിനിപ്പോ തീരെ കാഴ്ചയില്ലടാ മക്കളെ. പ്രായം അതിന് 18 അല്ലല്ലോ, 19 ആയില്ലേ? തിമിരത്തിന്റെ ആരംഭമായിരിക്കും. മക്കളെ, ആ മൂലയിൽ കുറച്ച് പൊടി ഇരിക്കണം, അതും കൂടെ അങ്ങ് അടിച്ചു കളഞ്ഞാണ്. കണ്ണിനൊന്നൊരു കുരുവില്ലല്ലോ. എടാ മക്കളെ, ഇതാണ് കൃഷ്ണന്റെ വിഗ്രഹം. അയ്യോ, ഇത് കൃഷ്ണനായിരുന്നോ? ഞാൻ യേശുവിനെ വിചാരിച്ച് കുരിശ് വരച്ചേന്. കളിയാക്കാതെ ഇറക്കാ, വല്ല ദൈവകോപവും കിട്ടും. നാളെ വിഷുവായിട്ട് ഈ കണിയാണുള്ള വിഗ്രഹമാണ്. നീ ഇതിനൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി എനിക്ക് തരണം. ഇതിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇതിന് ഏകദേശം ഇപ്പൊ 100 കോടി രൂപയുടെ മൂല്യമുണ്ട്. ഇതിനെന്തേലും പോറല് പറ്റിയ നിന്റെ ദേഹത്ത് ഞാൻ പോറല് വീഴ്ത്തും. സോ ഹാൻഡിൽ വിത്ത് കെയർ. ഇതിലിട്ട് തടവിക്കൊണ്ടിരിക്കാതെ ബാക്കി പോയി അവനൊന്ന് ഹെൽപ്പ് ചെയ്താണ്. അയ്യോ, ഇത് അമ്മച്ചി വൃത്തിയാക്കാൻ തന്നത്. ഇങ്ങോട്ട് എടുത്താണ്, ഞാൻ വൃത്തിയായിക്കോളാം. പോ. ഓലത്തുമ്പത്തിരുന്നൂയലാടും ചെല്ല പൈങ്കിളി. മനുവണ്ണ, ആ ചെറുക്കനെ കൊണ്ട് പറ്റിയൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നാണ്. യവനെയൊക്കെ കൊണ്ട് മക്കളെ, എന്റെ കൃഷ്ണനെ വൃത്തിയാക്കിയാ? ഓ അമ്മച്ചി വൃത്തിയാക്കി, ഇപ്പൊ കൊണ്ടുവരാം. രാവിലെ തുടങ്ങിയ പണിയാണ്, രാത്രിയായി. ഇത് പൈസ വാങ്ങിച്ചിട്ട് പോവല്ലേ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. ജനാർദ്ദന, ജനാർദ്ദനോയ്, ജനാർദ്ദന. അയ്യോ അണ്ണാ, എന്തടാ? അണ്ണാ കൃഷ്ണനെ കാണാനില്ല. ഞാൻ അവിടെ കഴിവിച്ചിട്ട് പോയതല്ലേ. പിന്നെ അതവിടെ പോയി. ആ പോണേ പോട്ടെ, 300 രൂപ ഗ്യാസല്ലേ. 300 ഗുണവയാ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാധനമാണ് അണ്ണാ. 100 കോടിയോളം മൂല്യമുണ്ട്. ആ കിളവി എങ്ങാനും അറിഞ്ഞോണ്ടല്ല, നമ്മളെ കൊല്ലും. അയ്യോ, കൃഷ്ണ എവിടെ പോയാ? കൃഷ്ണ അലിഞ്ഞു പോയി. മക്കളെ, എന്റെ കൃഷ്ണ എവിടെ? അമ്മച്ചി ഇപ്പൊ കൊണ്ടുവരാ. ഞാനാ നിങ്ങളുടെ കള്ളക്കണ്ണൻ. എന്റെ കണ്ണാ. അതാരി? ഓ, ഞാൻ ദർശനം തരാൻ വേണ്ടി വന്നതാ. ദർശനം കഴിഞ്ഞ ഉടനെ അവിടെ ഇരിക്കുന്ന ബക്കറ്റിൽ ഞാൻ ഭസ്മമായി അലിഞ്ഞു ചേരും. ആ ഭസ്മം എന്നും നറുനെറ്റിൽ ചാർത്തിയാൽ ഐശ്വര്യം ഉണ്ടാവും. അപ്പോ ഹാപ്പി വിഷു. കണ്ണൊന്നടച്ചെങ്കിൽ ഈ കള്ളക്കണ്ണൻ അങ്ങ് പോവായിരുന്നു. കണ്ണാ, എന്റെ കണ്ണാ. എന്തോ നമ്മ പിച്ചിമയൊക്കെ പറയണ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. മക്കളെ, ആ ബക്കറ്റ് ഇരിക്കുന്ന ഭസ്മം ഒന്നെടുത്ത് പൂജാമുറിയിലേക്ക് വെക്കാവോ?